ഇതുവരെയുള്ള ന്യൂയോർക്ക് മേയർമാരൊക്കെ മുതലാളിമാരുടെ വക്താക്കളായിരുന്നു. വ്യവസായ വാണിജ്യ ഭീമന്മാർക്കും കോടീശ്വരന്മാർക്കും വേണ്ട സൗകര്യങ്ങളാണ് നഗരത്തിൽ ഒരുക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ജീവിത ചെലവ് താങ്ങാൻ സാധാരണക്കാർക്ക് സാധിക്കുമായിരുന്നില്ല. ശമ്പളമായി കിട്ടുന്ന തുകയിലേറെ വാടകയായി കൊടുക്കുന്ന സ്ഥിതി. തൊഴിലുണ്ടെങ്കിലും കയ്യിലൊന്നും നീക്കി ബാക്കിയുണ്ടാകില്ല. നഗരത്തിലെ മേയർമാരെല്ലാം ഇതുവരെ വാടക കുറയ്ക്കുന്നതിനെ കുറിച്ചായിരുന്നില്ല സംസാരിച്ചിരുന്നത്. വാടക കൂടുന്തോറും ജീവിത നിലവാരവും ഉയരുന്നു എന്നായിരുന്നു ന്യൂയോർക്ക് പോലുള്ള നഗരങ്ങളുടെ പൊതുവിചാരം. അതുകൊണ്ട് വാടക താഴ്ത്തുക എന്നത് സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത കാര്യമായിരുന്നു. ആ തിരുത്താണ് മാംദാനിയെ ജനപ്രിയനാക്കിയത്. ഭൂകമ്പമുണ്ടാക്കി തന്നെ ഡെമോക്രാറ്റുകൾക്കിടയിൽ നിന്ന് കയറി വരാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. ഡെമോക്രാറ്റുകൾക്കിടയിലെ സോഷ്യലിസ്റ്റ് പക്ഷത്ത് നിന്ന് ഇതിനു മുമ്പ് മേയർ സ്ഥാനത്തേക്ക് അധികം പേർ ജയിച്ചു കയറിയിട്ടില്ല. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിലേക്ക് തിരിഞ്ഞ മേഖലകളിലാണ് മാംദാനി ശക്തമായ സാന്നിധ്യമാകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപിന് വോട്ട് ചെയ്തതിൽ നല്ലൊരു വിഭാഗം ഇത്തവണ മാംദാനിക്കായി നിലകൊള്ളും എന്നാണ് അനുമാനം. പ്രൈമറിയിൽ ഇപ്പോഴുണ്ടാക്കിയ അഭൂതപൂർവമായ മുന്നേറ്റം പ്രധാന തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്നാണ് പ്രചാരണം. അമേരിക്കയിലെ മാധ്യമങ്ങളൊക്കെ ഒരു കാര്യം ഉറപ്പിച്ചു: അടുത്ത മേയർ മാംദാനി തന്നെ.